വിശ്വജിത്ത് ചെല്ലുമ്പോൾ മുറ്റത്ത് ചെടിക്ക് നനയ്ക്കാണ് ബിന്ദു. വൈഷ്ണു എന്തിയെ കുഞ്ഞാൻ്റെ? ആഹാ, ഇതെപ്പോൾ വന്നു? ജിത്തു ഇപ്പോൾ ഒട്ടും വരില്ലെന്ന് പറഞ്ഞ് പരാതിയായിരുന്നല്ലോ ചേച്ചിക്ക്. ആ പരാതി മാറ്റാൻ ലീവ് എടുത്തിങ്ങ് പോന്നു. ആകെ ഒരു കോലമായല്ലോ. ഇതിപ്പോൾ എന്താ പറ്റിയത്? പനിയെങ്ങാൻ വന്നോ? ഏയ്, അത്ര ക്ഷീണമൊന്നും ഇല്ലെന്നേ. അവനെന്തേ? അവൻ അമ്പലപ്പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു കൂട്ടം കാണും. അവിടെ ഇരുന്ന് സൊറ പറഞ്ഞ് കയറി വരുമ്പോൾ 6:30 ആവും. ചിലപ്പോൾ ഒക്കെ മാമൻ നോക്കി പോകേണ്ടി വരും. അച്ഛൻ്റെ മുഖമൊന്ന് കറുത്ത് കണ്ട അടുത്ത ഒരാഴ്ച അവൻ നല്ല കുട്ടിയാണ്. പൈപ്പ് ഓഫാക്കി കയ്യൊന്ന് ഉടുപ്പിൽ തുടച്ച് ബിന്ദുവും അവനൊപ്പം ഇളന്നിണയിലേക്ക് ഇരുന്നു. മാമൻ എപ്പോഴാണ് വരാ? ഞായറാഴ്ച വള്ളിവട്ടത്ത് പോകേണ്ട കാര്യം അമ്മ പറഞ്ഞു. വിവാഹത്തിന് അധികമില്ലല്ലോ, എല്ലാത്തിനും നമ്മൾ കൂടി വേണം ശ്വേത ചേച്ചിക്കൊപ്പം. അമ്മ സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞു. അതൊന്നും മാമനോട് സംസാരിക്കാനാ. മാമൻ ഇന്ന് നേരത്തെ എത്തിയിട്ടുണ്ട്. കുളിക്കാൻ കയറിക്കായിരുന്നു. ഞാൻ ഒന്ന് നോക്കട്ടെ, നീ അകത്തേക്ക് വാ. ബിന്ദു അകത്തേക്ക് കയറിപ്പോയപ്പോൾ വിശ്വജിത്ത് കാൽ നീട്ടി വെച്ച് തൂണിലേക്ക് ചാഞ്ഞിരുന്നു. വിശ്വജിത്ത് ഫോണെടുത്ത് നോക്കാൻ തുടങ്ങുന്ന നേരം കൊണ്ട് ബിന്ദു ഒരു ഗ്ലാസുമായി തിരിച്ചു വന്നു. കരിക്കും വെള്ളമാണ്, കുടിച്ചോ. അവർക്ക് പിന്നാലെ തന്നെ ഷർട്ട് ഇട്ടുകൊണ്ട് പ്രസന്നനും ഇറങ്ങി വന്നു. വിശ്വജിത്ത് കാലൊന്ന് മടക്കി വെച്ചു. അവിടേക്ക് പ്രസന്നൻ വന്നിരുന്നു. സേതിയുടെ കല്യാണത്തിൻ്റെ കാര്യങ്ങൾ നോക്കണ്ടേ? അതാ ഞായറാഴ്ച പോകാമെന്ന് പറഞ്ഞത്. ചേട്ടൻ്റെ സ്ഥാനത്ത് പറ്റാവുന്ന നമുക്ക് ചെയ്യണം ജിത്തോ. അത് വേണം. അതിന് പക്ഷെ സ്ഥലം എടുക്കണോ? അത് സേതിയുടെ പേരിലാക്കിയിട്ടാൽ പോരെ? കാശിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൂടി സഹകരിക്കാവുന്നതേ ഉള്ളൂ, വിശ്വജിത്ത് ചോദിച്ചു. ചേച്ചിയോട് കൂടി ആലോചിക്കാം. സ്ഥലം മോളുടെ പേരിലാക്കിയാൽ നാളെ ഒരിക്കൽ നമ്മൾ തന്നെ വാങ്ങിക്കേണ്ടി വരും. അല്ലാതെ അവർ ഇവിടെ ഒന്നും നോക്കാനൊന്നും പോണില്ല. അപ്പോൾ നോക്കാം മാമ. ഞങ്ങളുടെയൊക്കെ ഉള്ളിൽ സേതിക്ക് ജിത്തു മതിയെന്നൊരു ചിന്തയുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ സ്ഥലത്തിൻ്റെ കാര്യമൊന്നും ഓർക്കുക കൂടി ചെയ്യില്ലായിരുന്നു. ഏയ്, എനിക്ക് സേതിയെ വൃന്ദയെ പോലെ തന്നെയാണ് കാണാൻ കഴിയുക. അവനത് പറയുമ്പോൾ പ്രസന്നനും ബിന്ദുവും അവനെ നല്ലോണം നോക്കി. വനജയിൽ നിന്നും പകർന്നു വന്ന സംശയത്തിൻ്റെ കാമ്പ് ഉണ്ടോന്ന് തിരയും വിധം. പക്ഷേ വിശ്വത്തിൻ്റെ മുഖത്ത് ശാന്തമായി പുഞ്ചിരിയായിരുന്നു. എന്തായാലും പറമ്പിൻ്റെ ആദായം എന്ന നിലയിൽ ഞാനൊരു തുക സേതിയുടെ പേരിൽ ബാങ്കിലിടോ കയ്യിൽ കൊടുക്കുകയോ ചെയ്യും. ആ ചെറുക്കനും പ്രാരാബ്ധക്കാരനല്ലേ. പ്രജിൻ, അവനെ ഓർത്ത് ടെൻഷൻ വേണ്ട മാമ. അവൻ സേതിയെ നല്ലോണം നോക്കുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. പിന്നെ പ്രാരാബ്ധം എന്ന് പറയാൻ അനീത്തിയുടെയും അനിയൻ്റെയും ഉത്തരവാദിത്വം അവനാണ്. പിന്നെ അവനെ ആ കോളേജിലെ ലാബിലെ സ്റ്റാഫായി മാത്രം കാണണ്ട. കോളേജിൽ ഏത് സ്റ്റാഫ് വരാതെ ഇരുന്നാലും പകരം കയറി ഏത് സബ്ജക്റ്റ് എടുക്കാനുള്ള കഴിവും അറിവും അവനുണ്ട്. അതിനൊക്കെ ഒരു മണിക്കൂറിനാണ് ഫീ. പിന്നെ PGക്ക് യൂണിവേഴ്സിറ്റി ടോപ്പറായിരുന്നു ആൾ. PhD എടുക്കണമെന്ന് അവന് ആഗ്രഹമുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പും തുടങ്ങിയതാ. പിന്നെ അനിയൻ്റെയും അനിയത്തിയുടെയും കാര്യങ്ങൾ വന്നപ്പോൾ അവനൊന്ന് മാറ്റി നിർത്തിയ ആഗ്രഹം. എന്നാലും അവൻ നേടുക തന്നെ ചെയ്യും. പിന്നെ ആ പിള്ളേരും പഠിക്കാൻ എല്ലാത്തിനും മിടുക്കരാണ്. പിന്നെ സേതിക്കൊരു ജോലി ഉണ്ടല്ലോ. വിശ്വത്ത് പറഞ്ഞു കേട്ട് പ്രസന്നൻ്റെയും ബിന്ദുവിൻ്റെയും മുഖം തെളിഞ്ഞു. ആ പയ്യൻ നല്ലതാ. ഒറ്റ സംസാരത്തിൽ തന്നെ അത് മനസ്സിലാവും, പ്രസന്നൻ ഒരാശ്വാസത്തോടെ പറഞ്ഞു. ഇനി ജിത്തുവിനും നോക്കാം കല്യാണം. 2 വർഷം കഴിഞ്ഞാൽ വൃന്ദയുടെയും നോക്കണ്ടേ? അപ്പോൾ ജിത്തുവിൻ്റെ വൈകണ്ട. ബിന്ദു പറഞ്ഞതിന് അവനൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു. ഞാൻ എന്നാൽ ഒന്ന് പഴയ ടീമിനൊക്കെ കണ്ടിട്ട് വരാം. വൈഷ്ണുവിനെ അന്വേഷിച്ചിറങ്ങേണ്ട, അവനെ ഞാൻ കൂട്ടുന്നുണ്ട്. വരുമ്പോൾ ഇവിടെ ആക്കാം. വിശ്വത്ത് പിന്നെ അധികം സംസാരിച്ചിരിക്കാതെ അവിടെ നിന്ന് ഇറങ്ങി. ചേച്ചി പറഞ്ഞ പോലെ സേതിയോട് അങ്ങനെ ഒരു ഇഷ്ടമില്ല കേട്ടോ ജിത്തുവിന്. ചേച്ചി വിചാരിച്ച് വച്ചേക്കുന്നത് ജാതകം ചേരില്ല എന്ന് പറഞ്ഞപ്പോൾ അവനാ ഇഷ്ടം ആരും അറിയാതെ മറച്ചതെന്നാണ്. സേതിയെ മുന്നേ മുതൽ അനിയത്തിയായി തന്നെയാണ് അവൻ കണ്ടിരിക്കുന്നത്. പക്ഷേ എവിടെയോ ഒരു കൊളുത്ത് വീണിട്ടുണ്ട്, അത് ഉറപ്പാ. ആര് പറഞ്ഞു? ആര് പറഞ്ഞതല്ല, അതവൻ്റെ മട്ടും ഭാവമെന്ന് മനസ്സിലായതാ. പ്രസന്നം പറഞ്ഞു കേട്ട് ബിന്ദു പരിചയത്തിലുള്ള ഓരോ മുഖങ്ങളും ഓർത്തു നോക്കി. നീ കൂടുതൽ പുകയ്ക്കേണ്ട. ഇത് മിക്കവാറും അവൻ്റെ കോളേജിൽ തന്നെയുള്ള ആരെങ്കിലും ആവും. അതിപ്പോൾ എന്താ അങ്ങനെ പറയാൻ? ഇവിടെയുള്ള ഏതെങ്കിലും കുട്ടിയാണെങ്കിൽ അവൻ ആഴ്ചയിൽ ഇങ്ങോട്ട് വരില്ലേ? ഇതിപ്പോൾ ഇങ്ങോട്ട് വരാനല്ലേ താമസം. അപ്പോൾ അവിടെയുള്ള പെൺകുട്ടിയായിരിക്കും. ചേടാ, സത്യമായിരിക്കോ? നീ ഇത് ചേച്ചിയോടൊന്നും പറയാൻ നിൽക്കണ്ട. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനായി തന്നെ പറയട്ടെ. പ്രസന്നൻ എഴുന്നേറ്റ് പോയിട്ടും ബിന്ദു അത് ആരാകുമെന്ന ചിന്തയിൽ തന്നെ നിന്നു. രാവിലെ തന്നെ സനി വന്ന് നിളയെ കൂട്ടി. ജിതിനത് അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. നിള ജിതിനോട് കാര്യമായ സംസാരമില്ല. അവനായി അങ്ങോട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നത് നീലിമ വിലക്കി. നിളയ്ക്ക് കുറച്ച് സമയം കൊടുക്കാൻ അവൾ ആവശ്യപ്പെട്ടു. ഒപ്പം അച്യുതനും അച്ചമ്മയും അംബികയും വരെ നിളയെ ബുദ്ധിമുട്ടിക്കുന്നത് ഒന്നും തന്നെ ചെയ്യരുതെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ജിതിൻ്റെ വേദന നീലിമയ്ക്ക് മനസ്സിലാവാതെയല്ല. നിള വീണ്ടും മടങ്ങിപ്പോകും എന്ന ഭയത്താൽ അവനെ സമാധാനിപ്പിച്ച് നിർത്തുകയേ അവൾക്ക് കഴിയുമായിരുന്നുള്ളൂ. നിള തിരിച്ചു വന്നെങ്കിൽ കൂടി വീട് പഴയ പോലെ മൂകമായി തന്നെയാണ് ഇപ്പോഴും.
അത് എല്ലാവരെയും വിഷമിച്ചു. ഈ അന്തരീക്ഷം മുന്നോട്ട് പോയാൽ ശരിയാകില്ലെന്ന് അമ്മമ്മയ്ക്ക് തോന്നി. നിളയുടെ വിവാഹത്തെക്കുറിച്ച് അവർ കാര്യമായി ആലോചിച്ചു തുടങ്ങി. നീലിമയിൽ നിന്ന് കേട്ടറിഞ്ഞ വിശ്വത്തിനെ കാണാനും സംസാരിക്കാനും അവർ തീരുമാനിച്ചു. നിളയും സനിയും നേരെ ചെന്നത് ലിൻഡയുടെ വീട്ടിലേക്കാണ്. ലിൻഡ നിളയെ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചു. വിശേഷങ്ങൾ തിരക്കി അവരെ അകത്തേക്ക് കൂട്ടി. ലിൻഡയുടെ അമ്മച്ചിക്ക് നിളയെ പരിചയപ്പെടുത്തി. ആവശ്യത മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിലും സനിയെ കാണുമ്പോൾ അവരുടെ മുഖത്ത് സന്തോഷം എടുത്തു കാണാം. വീട്ടിലുള്ള ബാക്കിയുള്ളവരെ കൂടി പരിചയപ്പെട്ട് ഊണും കഴിച്ചിട്ടാണ് സനിയും നിളയും അവിടെ നിന്ന് ഇറങ്ങിയത്. ലിൻഡ ഒരാഴ്ച കൂടി അമ്മച്ചിക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചു. അപ്പോൾ പിന്നെ സനി മാത്രമാണ് തിരിച്ചു മടങ്ങുന്നത്. സുരേഷ് ലിൻഡയ്ക്കൊപ്പം തന്നെയായിരിക്കും പോക്ക്. സേതുയുടെ വീട്ടിലേക്ക് കയറിച്ചിടാൻ നിളയ്ക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നി. എന്തൊക്കെയായാലും സംസാരിച്ച് തീരാവുന്ന പരിഭവമേ സേതിയിൽ കാണുമെന്ന് സമാധാനിപ്പിച്ചാണ് സനി നിളയെ കൂടെ സേതിയുടെ വീട്ടിലേക്ക് ചെന്നത്. വഴി ലിൻഡ പറഞ്ഞു കൊടുത്തെങ്കിലും 1-2 പേരോട് ചോദിച്ചാണ് അവർ അവിടേക്ക് എത്തിയത്. സേതിയുടെ വീട്ടിലേക്കുള്ള റോഡിലേക്ക് തിരിഞ്ഞപ്പോൾ നിളയ്ക്ക് വീട് ഓർമ്മ വന്നു. നിള കാണിച്ച ഗേറ്റിനുള്ളിലേക്ക് സനി കാർ കയറ്റി. സേതിയുടെ പോർച്ചിൽ ഒതുക്കിയിട്ടിരിക്കുന്ന മറ്റൊരു കാർ കണ്ടു നിള വിളറിപ്പോയി. ആദ്യമായി സേതിയുടെ വീട്ടിൽ വന്നപ്പോൾ ദേ ഇതാണ് എൻ്റെ കാർ എന്ന് പറഞ്ഞ് വിശ്വത്ത് കാണിച്ച അതേ കാർ. നിള വേഗം സനിയുടെ കയ്യിൽ പിടിച്ചു. തിരിച്ചു പോകാം എന്നവൾ പറയാൻ തുടങ്ങും മുമ്പേ കാറിൻ്റെ ശബ്ദം കേട്ട് സേതു ഇറങ്ങി വന്നിരുന്നു. പിന്നെ ഇറങ്ങാൻ നിവൃത്തിയില്ലെന്നായി. സനിയാണ് ആദ്യം ഇറങ്ങിയത്. നിള ഇറങ്ങി വന്ന അതേ സമയം തന്നെയാണ് വിശ്വത്ത് പുറത്തേക്ക് കടന്നു വന്നത്. ഒരു നിമിഷം രണ്ടാളും പരസ്പരം ഒന്ന് നോക്കി. തീർത്തും അപരിചിതരെ പോലെ ഒരു നോട്ടം. തുടരും. സ്നേഹത്തോടെ, അഭിനവി.